ജയിലിൽ ഗോവിന്ദചാമി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന് നിർണായക വിവരം. സഹതടവുകാരൻ ഷിഹാബ് നൽകിയ കഞ്ചാവിന്റെ ലഹരിയിലാണ് ജയിൽ ചാടിയത്. ജയിൽ ചാട്ടത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദചാമിയുടെ പദ്ധതി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയതിനാൽ പദ്ധതി പാളുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശയുണ്ട്. ജയിലിൽ 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല എന്ന് ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിലുണ്ട്. ഗോവിന്ദചാമിയെ വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയാണ്. അതിനിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. നമ്മുടെ പ്രതിനിധികൾ ദീപക് ധർമ്മടം, അരുൺ പൂപ്പറമ്പ, റാഫി കരീം, ഷഫീദ് റാവുത്തർ എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഇപ്പോൾ ജയിൽ ചാട്ടത്തിന് പ്രത്യേക വകുപ്പ് ചുമത്തി കേസെടുക്കുകയാണ്. അത് നേരത്തെ തന്നെ ഗോവിന്ദചാമി തന്നെ ഇതേക്കുറിച്ചൊക്കെ സഹതടവുകാരോട് പറഞ്ഞതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. അതിൽ 6 മാസമായിരിക്കും ശിക്ഷ ലഭിക്കാൻ പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ തന്നെ പറഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിന്മേൽ ഉണ്ടാകാൻ പോകുന്ന നടപടികൾ? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയിൽ ചാടിയാൽ 6 മാസം മാത്രമേ തടവ് ശിക്ഷയുള്ളൂ എന്ന് ജയിലിലെ 4 പേർക്കിടയിൽ ചർച്ച നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോവിന്ദചാമി താമസിക്കുന്ന ഈ കണ്ടം സെൽ, ഈ കണ്ടം സെല്ലിലെ കണ്ടം ബ്ലോക്കിലെ 19ാം സെല്ലിലാണ്. ഈ 19ാം സെല്ലിൽ ഒരു തേനി സ്വദേശി സുരേഷാണ് സഹതടവുകാരൻ. ആ സുരേഷിൻ്റെ അറിവോടുകൂടിയാണ് ഈ 9 മാസമായി ഈ സെല്ലിലെ ബ്ലോക്കിൻ്റെ രാഗിക്കൊണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് മറച്ചുവെക്കാൻ പൂച്ച കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുണി കൊണ്ട് കെട്ടിവെക്കുകയും ചെയ്തു. ഇത് സെല്ലിലെ ബ്ലോക്കിൻ്റെ അടിയിലെ ഏറ്റവും അടിഭാഗത്താണ് ചെയ്തത്. അടിഭാഗത്ത് ചെയ്യുന്നതിന് മറ്റൊരു ബുദ്ധി കൂടിയുണ്ട്. കാരണം അവിടെ ഇരുന്നും കിടന്നും തല പുറത്തിട്ട് ശരീരം പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ബുദ്ധി കൂടി വളരെ ശാസ്ത്രീയമായി ആസൂത്രിതമായാണ് ചെയ്തത്. 4 പേർക്ക് ഇതിൽ ജയിലിനകത്തുള്ളവർക്ക് അറിവുണ്ടായിരുന്നു. അത് ഒന്ന് കഞ്ചാവ് നൽകിയ ഷിഹാബാണ്. അയാൾ മറ്റൊരു NDPS കേസിലെ പ്രതിയാണ്. കൂടെയുള്ള സെല്ലിലുള്ള സുരേഷ്, തേനി സുരേഷ് ഒരു മർഡർ കേസിലെ പ്രതിയാണ്. ഇതുകൂടാതെ ഒരു വിശ്വനാഥനും സാബുവും, ഇങ്ങനെ 4 സഹതടവുകാർക്ക് ജയിൽ ചാടുമെന്നറിയാം. അവരോട് ഗുരുവായൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ, തമിഴ്നാട്ടിലെ രഹസ്യ സങ്കേതത്തിൽ പോയാൽ പിന്നെ പോലീസ് പിടിക്കില്ല, ഇതായിരുന്നു പ്ലാൻ. ഈ കാര്യം പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ഈ 6 മാസം തടവ് മാത്രമേ ഉള്ളൂ എന്ന കണക്കുകൂട്ടൽ തെറ്റുന്നു. ഇപ്പോൾ കേരള പോലീസ് PDPP ആക്ട് ചുമത്താൻ പോകുന്നു എന്നുള്ളതാണ്. PDPP ആക്ടിലെ വളരെ കടുത്ത വകുപ്പുകൾ തന്നെ ചുമത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതീവ സുരക്ഷാ മേഖലയിലെ സുരക്ഷാ കവാടം തകർത്തു. അത് പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതുകൊണ്ട് ആ വകുപ്പ് കൂടി ചുമത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. PDPPയിലെ 4 റെഡ് വിത്ത് 21 വകുപ്പാണ് ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ജയിലിനകത്ത് ഫോൺ ഉപയോഗിച്ചു. ആ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ദിവസം ഏതാണ്ട് 14 മിനിറ്റോളം 12 മിനിറ്റോളം പാലക്കാട് ടവറിലുണ്ടായിരുന്ന ഒരു ഷെൽവത്തെ വിളിച്ചു. ഷെൽവം തമിഴ്നാട്ടുകാരനാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഈ ജയിൽ ചാട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വിളിയാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ്. വളരെ കൃത്യമായ വിവരം, ജയിലിൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതും കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നതും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്.